ഇന്ന് തമിഴ്നാട്ടിലത്തെ ഞങ്ങളെ ലാസ്റ്റ് ദിവസാണ്. ഇന്ന് നമ്മള് നാട്ടിലേക്ക് തിരിച്ചു പോവും. അപ്പൊ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആവണേന്നേ ഉള്ളൂ. ഈ സമയത്ത് ഈ ടെറസിലും കയറി നിൽക്കുന്നതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട് ട്ടോ. അതെന്താന്ന് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. വേറൊരു കാര്യമുള്ളത് നമ്മുടെ കോളേജ് വരുന്നത് ഒരു വലിയൊരു മലയുടെ ചോട്ടിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺറൈസും സൺസെറ്റും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിരുന്നു. ഇന്നിപ്പോ ഇത്ര നേരത്തെ കയറിയിട്ടുള്ളത് ഇതാ ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ്. അതേന്നെ അതിനെന്നെ ഞാവൽപ്പഴം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വന്ന അന്ന് മുതൽ എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ കയറിയിട്ട് പൊട്ടിച്ച് കഴിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഇതേപോലെ മനാറിന്റെ ഹാദിക്ക് ഫോട്ടോ എടുത്ത് അയക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ മുതൽ ആൾക്ക് നിർബന്ധം പറയുന്നതാണ് ഉമ്മച്ചി തിരിച്ചു വരുമ്പോൾ എന്തായാലും എനിക്കിത് കൊണ്ടുവരണമെന്ന്. അപ്പൊ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത്. വീട്ടിലെത്തുമ്പോഴേക്കും ചതഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു ബോട്ടിൽ ഇത് നിറച്ചിട്ടുണ്ട്. അവസാനത്തെ നിറഞ്ഞു കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഹാദിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്നെണ്ണം ഈ മരത്തമ്മ കുറച്ചധികം നേരം വലിഞ്ഞു കയറിയിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നതൊക്കെ ദാ രാവിലെ തന്നെ ഞങ്ങളും വയറ്റിലാക്കി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കോളേജിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ പോവാണ് ട്ടാ. പിന്നെ ഒരു പരക്കം പാച്ചിലായിരുന്നു. ഇത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ ആളിനെ കണ്ടില്ലേ? ഞാൻ വന്ന അന്ന് മുതൽ 4 മണിക്ക് നീറ്റ് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ചായയും കൊണ്ട് ആൾ എന്നും എന്നെ തെരഞ്ഞു വരുന്നുണ്ടായിരുന്നു. മിക്കവാറും ക്യാൻറ്റീനിൽ നിന്ന് ചായ ലേറ്റ് ആകുമ്പോൾ പുറത്ത് പോയിട്ട് ഇതേപോലെ ചായ വാങ്ങി കൊടന്നു തരുകയും ചെയ്യും. ഇനി ഇവരൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു പ്രത്യേക സങ്കടമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ജീവിതമല്ലേ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ ആൾക്കാർ നമ്മളെ ജീവിതത്തിൽ കടന്നു വരികയും അതൊക്കെ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാനും ഒക്കെ ഉണ്ടാവും. അല്ലാണ്ട് സെന്റി അടിച്ച് പെരുപ്പിക്കാതെ നമ്മളെ ട്രെയിൻ മിസ്സാക്കാണ്ട് ഞങ്ങളിത് നേരെ പുറപ്പെട്ടിട്ടുണ്ട്. സേലത്ത് നിന്നാണ് കേട്ടോ ട്രെയിൻ ഇന്ന്. ഇത്രയും ദിവസം എക്സാം കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു. പക്ഷെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴോ ഇനി ഇങ്ങോട്ട് വരാനില്ലല്ലോ എന്നുള്ളൊരു തോന്നല്. ഇപ്പൊ ഈ കൂട്ടത്തിലുള്ള പലരും പല ഭാഗങ്ങളിൽ ഉള്ളതാട്ടോ. ഇവിടുന്ന് നമ്മൾ ട്രെയിൻ കയറി ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇനി കാണുമെന്ന് പോലും അറിയില്ല. എന്തൊക്കെ തന്നെയായാലും കിട്ടിയ സമയം ഞങ്ങൾ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം കൂടി കറങ്ങിയിട്ടുണ്ട്. അത് അടുത്ത വീഡിയോ കാണിക്കാൻ. ബൈ.